ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൈജു ചേട്ടൻ്റെ MVS മോട്ടേഴ്സിലാണ്. ഇവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ചെറിയ പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഇതാണ് നമ്മുടെ കുട്ടപ്പായി. ഇവൻ ഇവിടെ വന്ന് കൂടിയ ഒരാളാണ്. ഇവന് 1 വർഷം മേളിലായി ഇവിടെ നിൽക്കുന്നു. ഇവന് ഇവിടെ നിന്ന് പോവില്ല. ഇവന് ഇവിടുത്തെ ആളായി നിലവിൽ. മാരുതി 800 എൻജിനൊക്കെ ഇവിടെ അഴിച്ചു വെച്ചേക്കുവാണ്. നമ്മുടെ ജഗതി പറഞ്ഞ കണക്ക് എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. സിറാജിക്ക ബൾബൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ വർക്ക്ഷോപ്പ് വെങ്ങല്ലൂർ റിലയൻസ് പമ്പിന്റെ നേരെ പുറകിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. ആ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഈ ലൊക്കേഷൻ ഇപ്പോൾ വരുന്നത് ബൈപ്പാസിലെ മുല്ലയ്ക്കൽ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ്. വഴി നീള സൈൻ ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഇവിടെ വരിക. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്. ഷബിജേട്ടാ, നമ്മുടെ തൊടുപുഴയിൽ ഇത്രയോ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ഇച്ചിരി അകത്തേക്ക് കയറിയിട്ടാ. അതെ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടൊന്ന് പോകാൻ കാരണം? നമ്മള് കസ്റ്റമറിന്റെ അടുത്ത് ഇടപഴകുന്നത് അതുപോലെയാണ്. പിന്നെ നമ്മുടെ സ്റ്റാഫുകളാണെങ്കിലും, അതായത് നമ്മള് കസ്റ്റമർ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ അവിടെ പോയിരുന്ന് അവരെ കറക്റ്റായിട്ട് നമ്മൾ അടുത്ത് പോയിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഓടിച്ചു നോക്കി അത് ഇന്ന സംഭവം കൊണ്ടാണ് പണിയണമെങ്കിൽ പണിയാം, അല്ലെങ്കിൽ ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ഒരു ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലെ പൈസയും മുടക്കി നമ്മൾ വണ്ടി മേടിച്ചിട്ട് അവരുടെ മുന്നിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓച്ചാനിച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരു പലരും ഇവിടെ വന്ന് പറയാറുണ്ട് അങ്ങനെ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു ഇത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളും, വണ്ടി എടുക്കുമ്പോൾ അവര് ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് വളരെ മോശമാണ് എല്ലാവരുടെയും. അപ്പോൾ ബാക്കിയുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ എല്ലാവർക്കും റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റിനാണ് നമ്മൾ ചെയ്യുന്നത്. രാത്രിയിലായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് ആളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രാത്രിയിൽ വിളിച്ചാലും ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് അത് വഴിയിൽ കിടക്കുന്നതാണെങ്കിൽ നമ്മൾ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പം എത്ര കാലമായി? നമ്മൾ 2003 ശരിക്കും 2002 തുടങ്ങുന്നത്. ഏകദേശം ഇപ്പോൾ 24 വർഷം മേളിലായില്ലേ? 24 വർഷം മേളിലായില്ലേ? ഫസ്റ്റ് നമ്മുടെ നടേക്കാവമ്പലത്തിന്റെ നേരെ മെയിൻ റോഡ് സൈഡില് റിലയൻസ് പമ്പില്ലേ, പമ്പിന്റെ ആർച്ചിനോട് ചേർന്നായിരുന്നു. എങ്ങനെയുണ്ട് വണ്ടികളൊക്കെ? ഒരുപാട്. അന്ന് കാലത്ത് വണ്ടി ഇടാൻ സ്ഥലമില്ലായിരുന്നു. ഇല്ല. ഒരു 25 സെന്റ് സ്ഥലം മുഴുവൻ കംപ്ലീറ്റ് വർക്ക്ഷോപ്പായിരുന്നു. ഇത് സ്വന്തം പ്രോപ്പർട്ടിയാണോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ്. സ്വന്തം സ്ഥലമാണ്. അതെ. ശരിക്കും വീട് എവിടെ? നാട് എവിടെ ശരിക്കും? നാട് തൃശ്ശൂരാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ അതന്നെ 28 വർഷമായിട്ടുണ്ട്. 28 വർഷമായി ഇവിടെ സെറ്റിലാണ്. വൈഫും കുട്ടികളൊക്കെ എല്ലാവരും സെറ്റിലാണ്. നാട്ടിൽ പോയിട്ട് വരും ഇടയ്ക്കിടയ്ക്ക്? ഞാൻ ഇടയ്ക്ക് പോകും. പിന്നെ വണ്ടിയുടെ പരിപാടികളല്ലേ, അപ്പൊ പല സ്ഥലത്തേക്ക് പോകുമ്പോ അങ്ങനെ ഓരോ വഴിക്ക് പോകുമ്പോ നമ്മൾ പോയിട്ട് വരും. അതല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മയുണ്ട്, അനിയനുണ്ട്, പിന്നെ ഭാര്യ, വൈഫ്, പിള്ളേര് എല്ലാവരും പഠിക്കുവാണ്. എല്ലാവരും പഠിക്കുക. ഷൈബു ചേട്ടൻ ഒരു കസ്റ്റമറാട്ടോ. അത് വർഷങ്ങളായിട്ടുള്ളൊരു കസ്റ്റമറാണ്. ഞാൻ എന്നും എൻ്റെ വണ്ടി എന്ത് പറ്റിയാലും ഒരു ബൾബ് മാറണമെങ്കിൽ പോലും ഞാൻ ഇവിടെ വരാറുള്ളൂ. കാരണം മൊത്തത്തിൽ നല്ല സർവീസിംഗ് ആണ് ഇവരുടെ. രാത്രി സർവീസും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്പർ എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കാം. രാത്രി ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ സ്പോട്ടിലെത്തും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചു തരും. എങ്കിൽ ഓക്കെ, ബൈ ഗൈസ്.